മോൻ ഇങ്ങോട്ട് എന്നെ വിളിച്ച നമ്പര് ഗൂഗിൾ പേയില് എഴുതി ഒന്നിട്ടേര്. കാരണം ഇതില് ഒരുപാട് നമ്പറുകൾ കോളുകൾ എനിക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ കാശ് തരുന്ന നമ്പറുകൾ മാത്രമാണെന്ന് പേരെഴുതിയിടാം. അതുകൊണ്ടാണ് ഗൂഗിൾ പേയിലൊന്ന് മോന്റെ നമ്പര് ഫോൺ നമ്പർ എഴുതിയിടണം, സേവ് ചെയ്തിടാനാണ് കേട്ടോ. അപ്പോഴും ഇനി നമ്മൾ ഇന്നിവിടെ എന്താണ് ഭൂമി ദാനം ചെയ്യുന്നതിനെ കുറിച്ച്, അതിന്റെ ആനന്ദവശങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങൾക്ക് ഞാൻ പകർന്നു തരുന്നു. ഭൂമി ദാനം ചെയ്യുക. ഗുരുനാഗ സൈരന്തി ദേവിക്ക് നിങ്ങൾ ഭൂമി ദാനം ചെയ്യുക. നിങ്ങൾക്ക് അങ്ങനെ ഭൂമി ദാനം ചെയ്താൽ നല്ലത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇനി ഭൂമി ദാനം ചെയ്യുന്നത് എങ്ങനെയെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എങ്ങനെയാണ് ഭൂമി ദാനം ചെയ്യുന്നത്? നിങ്ങൾ ദാനം ചെയ്യുന്ന ഭൂമിയിൽ നിങ്ങളുടെ പേരിലുള്ള വസ്തുവായിരിക്കണം. കാരണം നിങ്ങൾ ദാനം ചെയ്യാനായിട്ട്, എനിക്ക് ദാനം ചെയ്യാനായിട്ട് വരുമ്പോ അതിന്റെ ഇടയ്ക്ക് കയറി ആരും വന്ന് അയ്യോ അത് എന്റെ പേരിലും കൂടെ ഉള്ളതാ, ചത്ത് മണ്ണടിഞ്ഞ് കുഴിക്കകത്ത് നെല്ലുമൂട്ടം പോലും ചിലപ്പം കാണത്തില്ല. ചിലപ്പോ അവരുടെയും കൂടെ പേര് ഈ നിങ്ങളുടെ ആധാരത്തിലോ അല്ലെങ്കിൽ പ്രമാണത്തിലോ അങ്ങനെ വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോ നിങ്ങളുടെ ബന്ധുക്കളും അവരും ഇവരും എല്ലാം കൂടെ പറയും ആ ചത്ത് തുടങ്ങിയവന്റെയും കൂടെ പേരുണ്ട്, അതുകൊണ്ട് ഇത് ദാനം കൊടുക്കാൻ പറ്റത്തില്ല, നാഗാ സൈരേന്ദ്ര ദേവിക്ക് പറ്റത്തില്ല, കൊടുക്കാൻ പറ്റത്തില്ലെന്ന് നിങ്ങളോടൊക്കെ ആരെങ്കിലും വന്ന് പറയും. അത്തരത്തിലുള്ള നൂലമാലകളൊക്കെ വരാതിരിക്കാൻ വേണ്ടി നിങ്ങളോട് ഞാൻ പറയുന്നു, അങ്ങനെ ആരെങ്കിലും വന്ന് പറയുവാണെങ്കിൽ നിങ്ങൾ പറയണം ചത്തു തുടങ്ങിയവരകതങ്ങ് പോയി, അവര് എണീറ്റ് വരില്ലെന്ന് ആ മണ്ടരോട് നിങ്ങൾ പറയണം. എന്താണ് ചത്തു പോയവരങ്ങ് പോയി, അവര് ഇനി ഭൂമിക്കകത്തുനിന്ന് ഇനി പൊട്ടി മുളച്ച് ഇങ്ങനെ വരുത്തതും ഒന്നുമില്ല. അതുകൊണ്ട് എന്റെ പ്രമാണവും എന്റെ കൈവശമുള്ള ഭൂമിയാണ് ഞാൻ നാഗാദേവിക്ക് കൊടുക്കുന്നത് എന്ന് ആ മണ്ഡശിരോമണികളായ നിങ്ങളുടെ വീട്ടുകാരോടോ കൂട്ടുകാരോടോ ബന്ധുക്കളോടോ പറഞ്ഞ് നിങ്ങൾ അവരെ അങ്ങ്